ആർ ജെ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് NDSC സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഫിസിക്സിൽ നിന്നുള്ള 9ാം ക്ലാസ്സിലെ 3rd ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്, മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. നമ്മൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ ആദ്യ 2 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് ഒരു റിവിഷൻ സീരീസാണ്. 9ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളെ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ധാരാളം ചോദ്യങ്ങൾ ഈ ചാപ്റ്റർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ആഴ്ചകളിൽ ഫിസിക്സ്, അത് കഴിഞ്ഞ് തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു വിഷയങ്ങൾ, ബയോളജി, കെമിസ്ട്രി, ഹിസ്റ്ററി, ജോഗ്രഫി, മാത്സ് തുടങ്ങിയ വിഷയങ്ങൾ കൂടി ഈ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. നമുക്ക് എന്തായാലും ഈ ചാനലിലെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച് ഹൂ ഇസ് ഫൗണ്ടർ ഓഫ് ലോ ഓഫ് മോഷൻ? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ആരാണ്? ഐസക് ന്യൂട്ടനാണ്. യാതൊരു സംശയമില്ല, ഐസക് ന്യൂട്ടൻ. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടൻ്റെ 3 ലോസുകളാണ് പ്രധാനമായിട്ടും. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ലോസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം തന്നെ ശ്രദ്ധിക്കുന്നത്, ഹൂ ഇസ് ഫൗണ്ടർ ഓഫ് ലോ ഓഫ് മോഷൻ? ഐസക് ന്യൂട്ടൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ബലം, ജഡത്വം എന്നിവയ്ക്ക് നിർവചനം നൽകുന്നത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? ബലം, ജഡത്വം എന്നിവയ്ക്ക് നിർവചനം നൽകുന്നത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? അതായത് ദ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിഫൈൻസ് ഫോഴ്സ് ആൻഡ് ഇനേർഷ്യ. 1ാം ചലന നിയമമാണ്. 1ാം ചലന നിയമം എന്താണ് പറയുന്നത്? ഫോഴ്സ് ആൻഡ് ഇനേർഷ്യ. അതായത് ബലവും ജഡത്വം എന്നിവയ്ക്ക് നിർവചനം നൽകുന്നത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയാണ്. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 3. ഇത് നമ്മൾ ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം എന്താണെന്നുള്ളതാണ്. ഇത് ഈ പാഠഭാഗത്തെ പരിചയപ്പെടുന്നുണ്ട്. ഇതൊന്നും ആരും കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖയിലുള്ള സമാന ചലനത്തിലോ തുടരുന്നതാണ് എന്ന് പറയുന്ന നിയമമാണ് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം. എവരി ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ along a straight line unless an unbalanced external force acts on it. This is Newton's first law of motion. അപ്പോൾ നമുക്ക് എന്താണ് 1ാം ചലന നിയമം എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ. അതായത് inability of a body to change its states of rest or of uniform motion along a straight line by itself, that is inertia. ജഡത്വമാണ്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ഇനേർഷ്യ അഥവാ ജഡത്വം എന്ന് പറയുന്നത്. ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഒരു വസ്തുവിൻ്റെ മാസ് വർദ്ധിക്കുമ്പോൾ ജഡത്വത്തിൽ വരുന്ന മാറ്റം. ദ മാസ് ഇൻക്രീസസ്. വെൻ ദ മാസ് ഇൻക്രീസസ്, ഇനേർഷ്യ ഓൾസോ ഇൻക്രീസസ്. അതായത് മാസ് വർദ്ധിക്കുമ്പോൾ ജഡത്വത്തിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ജഡത്വം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വെൻ ദ മാസ് ഇൻക്രീസസ്, ഇനേർഷ്യ ഓൾസോ ഇൻക്രീസസ്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6, ന്യൂട്ടൻ തൻ്റെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഏത് ശാസ്ത്രജ്ഞൻ്റെ നിരീക്ഷണങ്ങളുടെ തുടർച്ചയായാണ്? ഇത് നമുക്കറിയാം, പുസ്തകത്തിൻ്റെ സൈഡിലുള്ള കോളത്തിൽ കാണുന്ന ചോദ്യങ്ങളാണ്. പലപ്പോഴും ഇത് പലരും ഒഴിവാക്കപ്പെടുകയാണ്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കുക. ഇതും പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ന്യൂട്ടൻ തൻ്റെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ഏത് ശാസ്ത്രജ്ഞൻ്റെ നിരീക്ഷണങ്ങളുടെ തുടർച്ചയാണ്? ഗലീലിയോയുടെയാണ്. ന്യൂട്ടൻ ഫോർമുലേറ്റഡ് ഹിസ് ലോസ് ഓഫ് മോഷൻ ആസ് എ കണ്ടിന്യൂഷൻ ഓഫ് ഗലീലിയോസ് ഒബ്സർവേഷൻസ്. അപ്പോൾ ഗലീലിയോയുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിക്കുന്ന ഗലീലിയോയുടെ നിരീക്ഷണങ്ങൾ തുടർച്ചയായിട്ടാണ് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7, ദ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകം ആരുടേതാണ്? ദ ലിറ്റിൽ ബാലൻസ് മാത്രമല്ല, 3-4 പുസ്തകങ്ങൾ വേറെ എഴുതിയിട്ടുണ്ട്. അത് അടുത്ത ചോദ്യം നമുക്ക് കാണാം. ദ ലിറ്റിൽ ബാലൻസ് ഗലീലിയോയുടെ പുസ്തകമാണ്. ഗലീലിയോ റോഡ് ഹിസ് ഫസ്റ്റ് സയൻറ്റിഫിക് ബുക്കാണ് The Little Balance between 1585 and 1592. അപ്പോൾ ഇത് ലിറ്റിൽ ബാലൻസ് ഗലീലിയോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അതും മറ്റു പുസ്തകങ്ങളാണ്. അദ്ദേഹം എഴുതിയ മറ്റൊരു 3 പുസ്തകങ്ങളാണ്. സ്റ്റാരി മെസ്സഞ്ചർ, ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്, ലെറ്റേഴ്സ് ഓൺ സൺ സ്പോട്സ് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ആര്? അത് ഗലീലിയോ വർസർ സ്റ്റാരി മെസ്സഞ്ചർ, ഡിസ്കോഴ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ് ആൻഡ് ലെറ്റേഴ്സ് ഓൺ സൺ സ്പോട്സ്. ഇത് രചിച്ചത് ആരാണ്? ഗലീലിയോ.
അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ അല്പനേരത്തേക്ക് കറങ്ങും. നമുക്കറിയാം ഫാൻ നമ്മൾ ഇടാറുണ്ട്. ഫാൻ ഇടുമ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്താലും കുറച്ച് നേരം തന്നെ കറങ്ങുന്നതായി കാണാം. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണ്? ഇനേർഷ്യ ഓഫ് മോഷൻ ചലനജഡത്വമാണ്. ഇപ്പോൾ ഈ ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട് നിരവധി ഉദാഹരണങ്ങൾ എക്സാമിന് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ ഇതിൻ്റെ ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോകുന്നു. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരത്തേക്ക് കറങ്ങുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇനേർഷ്യ ഓഫ് മോഷനാണ്, ചലനജഡത്വമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 10. ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുമ്പ് അല്പദൂരം ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുമ്പ് അല്പദൂരം ഓടുന്നത്. ആൻ അത്ലറ്റ് ഡൂയിങ് എ ലോങ് ജമ്പ് സ്റ്റാർട്ട് ഹിസ് റൺ ഫ്രം എ ഡിസ്റ്റൻസ്. അല്പദൂരം ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഇനേർഷ്യ ഓഫ് മോഷൻ, ചലനജഡത്വവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ചലനജഡത്വമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാൻ പോകുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിലൊന്നാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാൻ പോകുന്നു. ഇത് പുറകോട്ട് വീഴുന്ന കേസുണ്ട്, അത് വേറെ. അത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. When a moving bus is suddenly stopped, the standing passengers tend to fall forward. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മുന്നോട്ട് വീഴാൻ കാരണം? എന്താണ്? ചലനജഡത്വം, ഇനേർഷ്യ ഓഫ് മോഷൻ കാരണമാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കും ബസ്സിലെ യാത്രക്കാർ പിറകോട്ട് വീഴുന്നത്. കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിൻ്റെ നേരത്തെ ഓപ്പോസിറ്റ് പിറകോട്ട് വീഴുന്നത്. When a bus moves forward suddenly from റെസ്റ്റ് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സാണ്. ദ സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് ടെൻ ടു ഫാൾ ബാക്ക്വേർഡ്. ഇവിടെ ഇവിടെ നമുക്ക് ഇനേർഷ്യ ഓഫ് റെസ്റ്റാണ്, ഇനേർഷ്യ ഓഫ് മോഷൻ അല്ല. നിശ്ചല ജഡത്വമാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നിശ്ചല ജഡത്വം, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത്. വെൻ ദ ബ്രാഞ്ച് ഓഫ് എ മാംഗോ ട്രീ ഈസ് ഷേക്കൺ, mangoes fall just as when the branch starts moving. When the branch of a mango tree is shaken, mangoes fell just as when the branch starts moving. മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കും മാങ്ങ ഞെട്ടറ്റ് വീഴാൻ കാരണം ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്, നിശ്ചല ജഡത്വമാണ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, നിശ്ചല ജഡത്വം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളെ ആഘാതം ഏൽപ്പിക്കാനുള്ള കഴിവ്. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളെ ആഘാതം ഏൽപ്പിക്കാനുള്ള കഴിവാണ് മൊമെൻറ്റം അഥവാ ആക്കം എന്ന് പറയപ്പെടുന്നത്. ശ്രദ്ധിക്കുക. ദ മോർ ദ മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് മൂവിങ് ബോഡീസ് എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ മാസും അതിൻ്റെ പ്രവേഗവും വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മോർ ദർ ഇമ്പാക്റ്റ്, ആഘാതവും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് മൊമെൻറ്റം. ഇപ്പോൾ ചലിക്കുന്ന വസ്തുക്കൾക്കാണ് അത് വരുന്നത്. ചലിക്കുന്ന വസ്തുക്കൾ മറ്റു വസ്തുക്കളെ ആഘാതം ഏൽപ്പിക്കാനുള്ള കഴിവാണ് എന്ത്? മൊമെൻറ്റം അഥവാ ആക്കം എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആക്കം കണക്കാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻ ദ വെലോസിറ്റി. ശ്രദ്ധിക്കുക, ധാരാളം സമവാക്യങ്ങളൊക്കെ ഉള്ള ചാപ്റ്ററാണ്. മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്, മാസ് ഇൻറ്റു പ്രവേഗമാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആക്കത്തിൻ്റെ യൂണിറ്റ് ഓഫ് മൊമെൻറ്റം ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. യൂണിറ്റ് ഓഫ് മൊമെൻറ്റം ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത അവിടെ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ആക്കം എപ്പോഴും പൂജ്യമായിരിക്കും. ചലനാവസ്ഥയിൽ ആക്കത്തിൻ്റെ നമുക്കറിയാം, ചലനാവസ്ഥയിൽ മാത്രമേ ആക്കത്തിൻ്റെ ഒരു ഗുണം അവിടെ ഉണ്ടാവുള്ളൂ. നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ആക്കം 0 ആയിരിക്കും. ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്ന നിയമം. ഇവിടെ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ഇവിടെ ഇത് സെക്കൻഡ് ലോ ഓഫ് മോഷനാണ്, രണ്ടാം ചലന നിയമമാണ്. ഇത് ലോസ് നിങ്ങൾ പഠിക്കണം, പക്ഷേ അത് മനസ്സിലാക്കി വെക്കുക. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിൻ്റെ നേർ അനുപാതത്തിലായിരിക്കും. അപ്പോൾ ഇത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ കിട്ടിയാലും അത് സെക്കൻഡ് ലോ ആണോ, ഫസ്റ്റ് ലോ ആണോ, തേർഡ് ലോ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ക്വസ്റ്റ്യൻ നമ്പർ 18 ബലത്തിൻ്റെ യൂണിറ്റ് ആണ്. യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ന്യൂട്ടൺ ആണ്. യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ന്യൂട്ടൺ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രധാനമായും ക്വസ്റ്റ്യൻ നമ്പർ 19 എഫ് സമം എം എ. എഫ് സമം എം എ എന്ന സമവാക്യം ഏത് ചലന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോ ഓഫ് മോഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇത് സെക്കൻഡ് ലോ ഓഫ് മോഷനാണ്. എഫ് സമം എം എ എന്നുള്ളത് സെക്കൻഡ് ലോ ഓഫ് മോഷനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 20 ചെറിയൊരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലം. അത് ഈസ് എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം. വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ അത് ഇമ്പൾസീവ് ഫോഴ്സസ് ആണ്. ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ്? ഈസ് എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 21 ആവേഗം കണക്കാക്കുന്നത്. അതായത് ഇമ്പൾസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഇൻറ്റു ടൈം, ബലം ഇൻറ്റു സമയം. ഇമ്പൾസ് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടെന്ന് പറയുന്ന നിയമം നമുക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. മൂന്നാം ചലന നിയമമാണ്. ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്. ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ. മൂന്നാം ചലന നിയമം, തേർഡ് ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23 നമുക്ക് നോക്കാം. ഐസിന് മുകളിൽ നിന്നും വണ്ടി തള്ളിയാൽ നീങ്ങാത്തതിന് കാരണം. നമുക്കറിയാം ഐസിൻ്റെ മുകളിൽ വണ്ടി ഇട്ട് അത് തള്ളിക്കഴിഞ്ഞാൽ അത് നീങ്ങില്ല. കാരണം എന്തായിരിക്കാം? ഇഫ് എ കാർട്ട് ഈസ് പുഷ്ഡ് വൈൽ ഓൺ ഐസ് ഇറ്റ് വോണ്ട് മൂവ്. വാട്ട് മേ ബി ദി റീസൺ? ഐസിൽ നിന്ന് പ്രതിപ്രവർത്തനം ലഭിക്കാത്തതിനാൽ. ഐസിന് ഒരു റിയാക്ഷനും ഇല്ല. നോ റിയാക്ഷൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി ഐസ്. നോ റിയാക്ഷൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി ഐസ്. ഐസിൽ നിന്ന് പ്രതിപ്രവർത്തനം ലഭിക്കാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിൽ കൂടിയുള്ള ചലനം. ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അലോങ് എ സർക്കുലർ പാത്ത് ഈസ് നോൺ ആസ്. വർത്തുള്ള ചലനം, അതായത് സർക്കുലർ മോഷനാണ്. അതായത് ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിൽ കൂടിയുള്ള ചലനം എന്നറിയപ്പെടുന്നത് അത് സർക്കുലർ മോഷനാണ്. പേര് തന്നെയുണ്ട്, അത് വർത്തുള്ള ചലനമാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25 ഇത് കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ഏത് തരമാണ്? കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ഏത് തരമാണെന്നുള്ളതാണ് ചോദ്യം. വിർലിംഗ് ഓഫ് എ സ്റ്റോൺ ടൈഡ് ടു എ സ്ട്രിങ്. വിർലിംഗ് ഓഫ് എ സ്റ്റോൺ ടൈഡ് ടു എ സ്ട്രിങ്. അതായത് അങ്ങനെ കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം എന്താണ്? സർക്കുലർ മോഷനാണ്, വർത്തുള്ള ചലനമാണ്. സർക്കുലർ മോഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 26 ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കുവാൻ ആവശ്യമായ ബലം. ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലം. ദ ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റ്സ് എ സെൻട്രിഫെറ്റൽ ആക്സലറേഷൻ ഈസ് കോൾഡ്. അഭികേന്ദ്ര ബലം ഉണ്ടാക്കാൻ കാരണമായ ബലം എന്ന് പറയുന്നത് സെൻട്രിഫെറ്റൽ ഫോഴ്സ് ആണ്. അഭികേന്ദ്ര ബലം തന്നെയാണ്. ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യ ബലം അഭികേന്ദ്ര ബലം. ദ ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റ്സ് എ സെൻട്രിഫെറ്റൽ ആക്സലറേഷൻ ഈസ് കോൾഡ് സെൻട്രിഫെറ്റൽ ഫോഴ്സ്. ആൻഡ് ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 27 അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും അനുഭവപ്പെടുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. സെൻട്രിഫെറ്റൽ ആക്സലറേഷൻ ആൻഡ് സെൻട്രിഫെറ്റൽ ഫോഴ്സ് ആർ ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ സെൻറ്റർ. ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ സെൻറ്റർ. വൃത്ത കേന്ദ്രത്തിൽ തന്നെയാണ് അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും അനുഭവപ്പെടുന്നത് വൃത്ത കേന്ദ്രത്തിൽ. അടുത്ത ചോദ്യം നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 28 വർത്തുള്ള പാതയിൽ സഞ്ചരിക്കുന്നവർ വസ്തു തുല്യ സമയം കൊണ്ട് തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനം. വർത്തുള്ള പാതയിൽ സഞ്ചരിക്കുന്നവർ വസ്തു തുല്യ സമയം കൊണ്ട് തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനം. അതിനെന്താണ് പറയുന്നത്? ഇഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത്. If an object moving along a circular path covers equal distance in equal intervals of time, it is said to be covers equal distance in equal intervals of time. It is said to be in സമവർത്തുള്ള ചലനം, യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ, സമവർത്തുള്ള ചലനം എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്. പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെൻഡുലം ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി ദ മോഷൻ ഓഫ് ദി ടിപ്പ് ഓഫ് ദി സെക്കൻഡ് ഹാൻഡ് ഓഫ് ആൻറ്റിക്യൂ പെൻഡുലം ക്ലോക്ക്. ദ മോഷൻ ഓഫ് ദി ടിപ്പ് ഓഫ് ദി സെക്കൻഡ് ഹാൻഡ് ഓഫ് ആൻറ്റിക്യൂ പെൻഡുലം ക്ലോക്ക്. സമവർത്തുള്ള ചലനം അഥവാ യൂണിഫോം സർക്കുലർ മോഷൻ എന്നുള്ളത് തന്നെയാണ് സമവർത്ത ചലനം അഥവാ യൂണിഫോം സർക്കുലർ മോഷൻ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.